ഫെയിം അഥവാ പ്രശസ്തി ഒരുവിധം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഫെയിം ഈക്വൽ ടു മണിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. സംവിധായകൻ ഒമർ ലുലുവിനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഒരു കാറിൽ വെച്ചാണ് ഇന്റർവ്യൂ. പുറകിലെ സീറ്റിൽ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലെ നായികമാരുണ്ട്. ഇവർക്ക് പ്രതിഫലം കൊടുത്തോ എന്നോ മറ്റോ ആങ്കർ ചോദിക്കും. അപ്പോൾ ഒമർ പറയുന്നത് അവർക്ക് പ്രതിഫലം എന്തിനാണ്, ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ കുറെ ഇനാഗ്രേഷൻ ചെയ്യാം, സ്വന്തമായി സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങി പൈസ സമ്പാദിക്കാം, അവർക്കൊരു ഐഡന്റിറ്റി കിട്ടുകയല്ലേ, അതാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള പ്രതിഫലം എന്ന്. അതായത് എങ്ങനെയെങ്കിലും നാലാൾ അറിഞ്ഞാൽ അതൊരു വരുമാന മാർഗമാണ് എന്ന്. ബിഗ് ബോസിൽ ഇപ്രാവശ്യം പോയ ഗബ്രിയുടേതെന്ന രീതിയിൽ ഒരു ഓൺലൈൻ ന്യൂസ് കണ്ടിരുന്നു. അതിൽ അയാൾ പറയുന്നതായി കാണിക്കുന്നത്, കേരളത്തിലുള്ളവർ എല്ലാവരും എന്റെ ഈ മുഖം കണ്ടാൽ തിരിച്ചറിയണം, അതിനാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്, അത് സാധിച്ചു എന്നാണ്. നമ്മളെ നാലാൾ കണ്ടാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും പോസിറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ഇന്നത്തെ കാലത്ത് ഗുണമാണ്. അങ്ങനെ ഒരു ഗുണം മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും മോശമായ രീതിയിൽ വീഡിയോസ് ഇട്ട് വൈറലാകുന്ന യൂട്യൂബേഴ്സും ഇന്ന് കുറവല്ല. മലയാളത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. സഞ്ജു ടെക്കിയുടെ കാർ പൂളാക്കലാണ് നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത് കണ്ട ഉദാഹരണം. എന്നാൽ ഏറ്റവും മോശം വീഡിയോസ് ചെയ്ത് യൂട്യൂബിൽ കുപ്രസിദ്ധരാവുകയും തുടർന്ന് യൂട്യൂബ് ബാൻ ചെയ്ത് പറഞ്ഞുവിടുകയും ചെയ്ത ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ ചെയ്തികൾ അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അത്തരം ചില യൂട്യൂബേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പണത്തിന് വേണ്ടിയും ഫെയിമിന് വേണ്ടിയും മനുഷ്യർ എത്രത്തോളം അധപ്പതിക്കും എന്നതിന്റെ ചില ഉദാഹരണങ്ങളാണിവ. ചില മലയാളം യൂട്യൂബേഴ്സ് സിമ്പതി വർക്ക്ഔട്ട് ആക്കി ഫേമസ് ആകാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും എക്സ്ട്രീം പോയ ഒരാളുണ്ട്. ഇയാളാണ് അയാൾ. ജെ സ്റ്റേഷൻ എന്നായിരുന്നു ഇയാളുടെ ചാനലിന്റെ പേര്. ഏറ്റവും മോശം വീഡിയോസ് ചെയ്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു യൂട്യൂബറായി അങ്ങനെ കഴിയുകയായിരുന്നു ഇയാൾ. കൂടെ കാമുകിയുമുണ്ട് വീഡിയോസിൽ. മരിച്ചുപോയ പ്രശസ്തരായ വ്യക്തികളെ രാത്രി 3 മണിക്ക് വീജാ ബോർഡ് കളിച്ച് വിളിച്ചു വരുത്തുന്നതൊക്കെയായിരുന്നു മൂപ്പരുടെ കോണ്ടന്റ്. ഒപ്പം ആളില്ലാത്ത വീടുകളിൽ അതിക്രമിച്ചു കയറലും ഉണ്ടായിരുന്നു. സംഭവം ഇങ്ങനെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയ സാധനങ്ങൾ വീഡിയോ ആക്കി ഇടുന്നത് കൊണ്ട് തന്നെ മൂപ്പർക്ക് നല്ല വ്യൂസ് കിട്ടിയിരുന്നെങ്കിലും യൂട്യൂബിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്നൊരു ടാഗും മൂപ്പർക്കുണ്ടായിരുന്നു. അങ്ങനെ വെറുക്കപ്പെട്ടവനായി തുടരുമ്പോൾ പെട്ടെന്നൊരു ദിവസം കരഞ്ഞുകൊണ്ട് ഈ വ്യക്തി ക്യാമറയ്ക്ക് മുന്നിലെത്തി. തന്റെ കാമുകി ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരഞ്ഞു. അതുവരെ കാമുകിയെയും വീഡിയോസിൽ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഇതൊരു ഷോക്കായിരുന്നു. തെറി വിളിക്കാൻ വന്നവരൊക്കെ പെട്ടെന്ന് ഇമോഷണലായി. എല്ലാവരും കമന്റ്സിലൂടെ അയാളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കാമുകി നഷ്ടപ്പെട്ട കാമുകനോടുള്ള സിമ്പതി ആളുകൾ ഈ മനുഷ്യനോട് കാണിക്കാൻ തുടങ്ങി. അയാളുടെ അതുവരെയുള്ള എല്ലാ മോശം വീഡിയോസും ആളുകൾ അങ്ങ് ക്ഷമിച്ചു. കാമുകിയും കാമുകനും കൂടി വേറൊരു ചാനലും തുടങ്ങിയിരുന്നു. ആ ചാനലിൽ മുമ്പ്, അതായത് കാമുകി മരിക്കുന്നതിന് മുമ്പ് അവരെടുത്ത ചില വീഡിയോസ് അവളുടെ സ്മരണാർത്ഥം താൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് കരച്ചിലോടെ ഇയാൾ വീഡിയോയിൽ പറഞ്ഞു. അത് കണ്ടപ്പോൾ ചിലർക്കൊക്കെ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ എന്ന് ഡൗട്ട് തോന്നി. ആ സിമ്പതിയുടെ പുറത്ത് എല്ലാവരും ഈ വീഡിയോസ് കാണുമല്ലോ, അപ്പൊ ആ ചാനലും ഫേമസ് ആകുമല്ലോ. അങ്ങനെ ചിലർ ഇതിന്റെ ചുരുളഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അപ്പോഴാണ് ഇയാൾ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അലക്സിയ എന്ന തന്റെ കാമുകി കാറിടിച്ച് മരിച്ച സ്പോട്ടിലേക്ക് പോയി അവിടെ ചെന്ന് കരയുന്നതാണ് വീഡിയോ. ഈ വീഡിയോസ് ഒക്കെ മോണിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു രസം. അലക്സിയ എന്ന പേരിൽ ആരും ആ സമയത്ത് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ചിലർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. പിന്നെ കുറെ യൂട്യൂബേഴ്സ് ഈ കള്ളക്കളി പൊളിച്ചു കാട്ടുന്ന വീഡിയോസുമായി രംഗത്ത് വന്നു. എന്തിനു പറയുന്നു, കുറച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ കാമുകി തന്നെ വന്ന് പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, മറ്റവന്റെ തട്ടിപ്പാണ് എല്ലാം എന്ന്. ഒരു വീഡിയോയിൽ കാമുകിയെ പുനർജീവിപ്പിക്കലായിരുന്നത്ര ലക്ഷ്യം. ഇതിനിടയ്ക്ക് തന്റെ മരിച്ച കാമുകിയെ വീജാ ബോർഡിലൂടെ വിളിച്ചു വരുത്തുന്ന ഒരു വീഡിയോയും നമ്മുടെ ഈ കാമുകൻ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ നായകൻ വീണ്ടും ഒരു വീഡിയോയുമായി രംഗത്ത് വന്നു. എല്ലാം നുണയാണെന്ന് സമ്മതിക്കുന്ന വീഡിയോ. പിന്നെ പോലീസ് കേസായി ഒടുക്കം യൂട്യൂബ് ആശാനെ ബാൻ ചെയ്തു. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ടൈപ്പ് വീഡിയോസ് കൂടുതലും കാണുന്നത് കുട്ടികളും ടീനേജേഴ്സുമാണ് എന്നതാണ്. അവരെ പറ്റിക്കുന്നത് എളുപ്പമായത് കൊണ്ടായിരിക്കാം ഇമാതിരി തട്ടിപ്പുമായി വന്ന് ചാനലിനെ വേറെ ലെവലിലാക്കാൻ ശ്രമിച്ചത്. എന്തു തന്നെയായാലും ജീവിച്ചിരിക്കുന്ന കാമുകി മരിച്ചുപോയി എന്ന സങ്കടനാടകം അവതരിപ്പിച്ച് വ്യൂസും സിമ്പതിയും കൂട്ടാൻ നോക്കിയ ജെ സ്റ്റേഷന്റെ തട്ട് എന്നും താണു തന്നെ ഇരിക്കും. എന്തായാലും മൂപ്പരേപ്പ് അറിയാത്തവർ ചുരുക്കമാണ്. അത്രയ്ക്ക് അങ്ങ് ഫേമസ് ആയി പോയി. പക്ഷെ വരുമാന മാർഗം പോയി കിട്ടിയെന്ന് മാത്രം. അടുത്ത യൂട്യൂബറിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. പലരും യൂട്യൂബ് വീഡിയോസ് കാണുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഡിയോ ബുക്സ് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റും ഒപ്പം അറിവും നേടാം. ഉദാഹരണത്തിന് കുക്കോ എഫ് എം ഓഡിയോ ബുക്ക് ആപ്പിലുള്ള ദ സൈക്കോളജി ഓഫ് മണി എന്ന ബുക്ക് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സഹായിക്കും. കുക്കോ എഫ് എം ആപ്പിൽ ഇതുപോലുള്ള ബുക്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി ആക്സസ് ചെയ്യാം. കുക്കോ എഫ് എം ഇപ്പോൾ 7 ദിവസത്തെ ഫ്രീ ട്രയൽ നൽകുന്നുണ്ട്. ഫ്രീ ട്രയലും അതിനുശേഷമുള്ള ഓട്ടോ പേയും ആക്ടിവേറ്റ് ചെയ്യാൻ £2 നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ചാർജ് ചെയ്യും. ആക്ടിവേഷന് ശേഷം ആ £2 റീഫണ്ട് ചെയ്യുകയും ചെയ്യും. ഈ 7 ദിവസത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഓട്ടോ പേ ഓപ്ഷൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. മലയാളത്തിലെ പ്രശസ്ത കൃതികളായ OV വിജയന്റെ ധർമ്മപുരാണം, ഖസാക്കിന്റെ ഇതിഹാസം, MTയുടെ ദയ എന്ന പെൺകുട്ടി, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, മറ്റ് പ്രശസ്ത എഴുത്തുകാരുടെ കൃതികൾ, അങ്ങനെ കുറെ കഥകളും പുസ്തകങ്ങളും കുക്കു എഫ് എം ആപ്പിൽ ലഭ്യമാണ്. പരസ്യങ്ങൾ തടസ്സപ്പെടുത്താതെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഓഡിയോ ബുക്സ് അടുത്ത 7 ദിവസത്തേക്ക് ഫ്രീ ആയി ആക്സസ് ചെയ്യാൻ കുക്കു എഫ് എം ആക്ടിവേറ്റ് ചെയ്യും. ആപ്പിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും ഉപയോഗിച്ച് നോക്കുക. എന്നാൽ നമുക്കിനി അടുത്ത യൂട്യൂബറിലേക്ക് പോകാം.
അടുത്തത് നോക്കാം. ASMR എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ചിലരൊക്കെ അത്തരം വീഡിയോസിന്റെ ആരാധകരുമായിരിക്കും. ലാർജ് ക്വാണ്ടിറ്റി ഫുഡ് ഒറ്റയിരുപ്പിന് കഴിച്ചു തീർക്കുന്ന വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതാണ്ട് 3.83 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണിത്. 2014 നിക്കോളാസ് പെറി ഈ ചാനൽ തുടങ്ങിയത്. തുടങ്ങുമ്പോൾ ഇയാളുടെ രൂപം ഇങ്ങനെയായിരുന്നു. മ്യൂസിക് പെർഫോമൻസ്, വേഗൻ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയായിരുന്നു തുടക്കത്തിൽ വീഡിയോസിന്റെ കോണ്ടന്റ്. പക്ഷെ കാര്യമായി ആരും വീഡിയോസ് കാണുന്നില്ല. 2016 ആയപ്പോൾ ഇയാൾ മക്ബാങ്കിലേക്ക് തിരിഞ്ഞു. അൺഹെൽത്തി ആയ ഫുഡ് കൊട്ടക്കണക്കിന് കഴിക്കുന്നതിന് കാണാൻ ആളുകൾ കൂടിയപ്പോൾ ഫുഡ് മാക്സിമം അൺഹെൽത്തി ആക്കി ആളെ കൂട്ടാൻ പെറിയും മത്സരിച്ചു. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കോലം ഇതാണ്. ഒബിസിറ്റി കാരണം ഇപ്പൊ മൂപ്പർ ഡിസേബിൾഡ് കാറ്റഗറിയിലാണ്. പണത്തിന് വേണ്ടി, വ്യൂസിന് വേണ്ടി തന്റെ ശരീരത്തെ ഈ അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് എത്തിച്ച പെറി സത്യത്തിൽ എന്താണാവോ ഉദ്ദേശിക്കുന്നത്? ഫുഡ് അഡിക്ഷൻ, ഈറ്റിംഗ് ഡിസോർഡറൊക്കെയായി ഇപ്പോഴും വീഡിയോസ് ചെയ്ത് ഈ ചാനൽ സജീവമാണ്. അടുത്തത് 2 സഹോദരങ്ങളുടെ കഥയാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന 2 സഹോദരങ്ങളാണ് ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഈ സഹോദരങ്ങൾ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്ഥിരം പ്രേക്ഷകർ സങ്കടപ്പെട്ടു. എക്സ്ട്രീം ഗെയിംസ് എന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾക്ക് കിഡ്നി ഫെയിലിയർ ആണ്, മറ്റേയാൾക്ക് വെർട്ടിഗോ ആണ് എന്നാണ് അവർ വീഡിയോയിൽ പറഞ്ഞത്. ഇതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ സഹോദരങ്ങൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ ഞെക്കി പൊട്ടിക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഒപ്പം ഗിവ് അവേയെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഇവരുടെ ഈ സങ്കട കഥയും ഒപ്പം ഗിവ് അവേയും തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കാണുന്നവരിൽ ചിലർക്കൊക്കെ ഡൗട്ട് തോന്നി. ഇതൊരു തട്ടിപ്പല്ലേ? മരിക്കാൻ പോകുന്നവർക്ക് എന്തിനാണ് ചാനൽ വളർത്താൻ ഇത്ര കൊതി എന്ന ന്യായമായൊരു സംശയം. ഈ സംശയം ചിലർക്കൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയവർ അതിനുള്ള ഒരു പരിഹാരവും കണ്ടുപിടിച്ചു. മരിക്കാറായ 2 പേരും യൂട്യൂബിലൂടെ തന്നെ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചു. ഡോക്ടർ ഒരു കൈറോപ്രാക്ടറാണ്. ഡോക്ടർ അവരെ കമിഴ്ത്തി കടത്തി കശേരുകളൊക്കെ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, കിഡ്നി ഫെയിലിയർ മാറി, ഒപ്പം വെർട്ടിഗോയും. അങ്ങനെ അവർ മരണത്തെ അതിജീവിച്ച് അതും യൂട്യൂബ് വീഡിയോ ആക്കി. വലിയ കുരിശൊക്കെ കഴുത്തിൽ തൂക്കി യേശുവാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് തള്ളാനും മറന്നില്ല. ഇതൊക്കെ കണ്ട് വട്ടായ പ്രേക്ഷകരും ചില യൂട്യൂബേഴ്സും 2 പേരെയും നിരത്തി അങ്ങ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സിമ്പതിയിലൂടെ വ്യൂസ് ഉണ്ടാക്കലായിരുന്നു ലക്ഷ്യം. സംഭവം പൊളിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഈ അസുഖം റിലേറ്റഡ് വീഡിയോസ് എല്ലാം അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ചാനൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ യൂട്യൂബ് വീഡിയോസ് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ചിലരൊക്കെ അതിന് കാര്യമായി പരിശ്രമിക്കുന്നുണ്ട്. എന്റെ ബ്രേക്കപ്പ് ആയി ഗൈസ് എന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുക, അതിനിടയിൽ എനർജറ്റിക് ആയി പ്രൊമോഷൻ ചെയ്യുക, ഞങ്ങൾ ഡിവോഴ്സ് ആയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുരുതുരെ വീഡിയോസ് ചെയ്യുക. ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്താൻ വലിയ താമസമൊന്നും വേണ്ട, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്താണ് യൂട്യൂബേഴ്സിന്റെ ഇത്തരം പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.